ഹായ് ഡിയർ മക്കളെ, വെൽക്കം ടു പൈറസ് ലേണിംഗ് അക്കാഡമി. ഇസ്മി അനന്തു. ഇവിടെ മക്കളെ, നമ്മുടെ റാപ്പിഡ് റിവിഷൻ്റെ 7ാമത്തെ പാർട്ട് കഴിഞ്ഞ് നമ്മൾ 8ാമത്തെ പാർട്ടിലേക്ക് കടന്നിരിക്കുകയാണ്. സോ എല്ലാ എൻ്റെ മക്കളും 7ാമത്തെ പാർട്ട് കാണുക. അതോടൊപ്പം ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുവാണ്. മക്കളെ, 8ാമത്തെ പാർട്ട് ഇതാണ് നിങ്ങളുടെ സേ എക്സാമിന് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ. 6 മാർക്ക് നിങ്ങൾ ഈ ഒരു ക്ലാസ് കണ്ടാൽ ഉറപ്പിക്കാം. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ മക്കളെ ഉറപ്പിച്ചോ, ഈ ഒരു ക്ലാസ് കണ്ടാൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അത്രയും ഞാൻ ഉറപ്പ് പറയുവാണ്. ഇത് നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കണം മക്കളെ. ഇതുപോലെ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇനിയും വരാനുണ്ട്. സോ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം നിങ്ങളുടെ കമൻറ്റ്സ് ഫീഡ്ബാക്ക് ആയിട്ട് വരിക, ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്തോണം കേട്ടോ. 6 മാർക്കാണ് മക്കൾ, ഉറപ്പിച്ചു. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത്, നിങ്ങൾ എഴുതിയ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് 18ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ ക്വസ്റ്റ്യൻ എങ്കിൽ, ഇത്തവണയും സേ എക്സാമിനും 17 18ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ വരും. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും വരാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്പർ മാറ്റി തരും. ഇത്രയുള്ള പരിപാടി. അപ്പം നന്നായിട്ട് ചെയ്യാനായിട്ട് മക്കളെ നിങ്ങൾ തയ്യാറാക്കിയോ. എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടു കാണാം. സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ, സോൾവിങ് ദ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ, ആ പരിപാടിയാണ് മക്കൾ. അതിന് വേണ്ടി ആദ്യം നമ്മൾ 2/2 മെട്രിക്സിൻ്റെ പഠിക്കും, അതിനുശേഷം 3/3 പഠിക്കും. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ള മക്കളെ, നിങ്ങൾ ഈ ക്ലാസ് കാണുന്നതിന് മുമ്പ് ഇതിന് തൊട്ട് മുമ്പിലത്തെ പാർട്ട് 7 കാണുക. അതിനകത്ത് ഇൻവേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കണമെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചായിരുന്നു. സോ അത് കണ്ട് വന്നതിന് ശേഷം ഇത് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പം ഈ ഒരു സംഭവം മനസ്സിലാക്കി പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കാണും, ദ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് യൂസിങ് മെട്രിക്സ് മെത്തേഡ് എന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കാണും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം മക്കളെ, ദൈവം നോക്കിയേ, 2x 5y = 1 3x + 2y = 7 തരും. അപ്പോൾ ആദ്യം നിങ്ങൾ ഇവിടെ എ എന്ന് പറയുന്ന മെട്രിക്സ് ഉണ്ട്, പിന്നെ എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് ഉണ്ട്, പിന്നെ ബി എന്ന് പറയുന്ന മെട്രിക്സ് ഉണ്ട്. ഇത് മൂന്നും ആദ്യം എടുത്തെഴുതുക എന്നുള്ളതാണ് നിങ്ങളുടെ ആദ്യത്തെ പരിപാടി. എന്താണ്? എ എന്ന് പറയുന്ന മെട്രിക്സ്, എക്സ് എന്ന് പറയുന്ന മെട്രിക്സ്, ബി എന്ന് പറയുന്ന മെട്രിക്സ് ഉണ്ട്. എ എന്ന് പറയുന്ന മെട്രിക്സിയുടെ മക്കളെ അതെ ഇവിടെ നോക്കിക്കോണേ, എ എന്ന് പറയുന്ന മെട്രിക്സ് ഉണ്ട്, എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് ഉണ്ട്, പിന്നെ ബി എന്ന് പറയുന്ന മെട്രിക്സ് ഉണ്ട്. ഇത് മൂന്നും നമ്മൾ എടുത്തെഴുതാൻ പോവാണേ. എ എന്ന് പറയുന്ന മെട്രിക്സ് ആണ് ഇവിടെ എക്സിൻ്റെ കൂടെയുള്ള നമ്പർ, വൈയുടെ കൂടെയുള്ള നമ്പർ, വൈയുടെ കൂടെയുള്ള ആ നമ്പറിലെ കോഎഫിഷ്യൻസ്, അതാണ് നമ്മളിവിടെ എടുത്തെഴുതേണ്ടത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ മൈനസ് ഉണ്ടെങ്കിൽ ആ മൈനസും കൂടെ ഉൾപ്പെടുത്തി വേണം എഴുതാൻ. -5 എന്നാണെങ്കിൽ -5 ആണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടുത്തെ നമ്പർ ഏതൊക്കെയാടാ? 2 5 3 2. അതിങ്ങോട്ട് എടുത്തെഴുതുമ്പോൾ നമുക്കൊരു 2/2 മെട്രിക്സ് കിട്ടും. 2 5 3 2 കണ്ടല്ലോടാ. 2 5 3 2 എന്ന് കറക്റ്റ് അകലത്തിൽ എഴുതുക. അത് നമ്മുടെ മെട്രിക്സ് ആയിട്ട് കിട്ടും. ഓക്കെ, ഇവിടെ മൈനസ് ഉണ്ടെങ്കിൽ -2 എന്ന് പറഞ്ഞ് എഴുതണം. ഇനി ഇവിടെ ഒന്നുമില്ലെങ്കിലോ, വൈ എന്ന് മാത്രമുള്ളെങ്കിൽ ഓർത്തോണം, അവിടെ 1 ഉണ്ട്, 1y. ഇവിടെ എക്സ് എന്ന് മാത്രമുള്ളെങ്കിൽ നമ്മൾ ഓർത്തോളുക, അവിടെ 1 ഉണ്ടെന്ന് ഓർക്കുക. 1x എന്നാണ്, സോ 1 എഴുതിക്കോണം. ഓക്കെ ആണല്ലോ. ഇനി അവിടെ എക്സിൻ്റെ ടൈം ഇല്ലെങ്കിൽ അവിടെ 0 ഇടാം. പക്ഷെ വെറും എക്സ് എന്ന് മാത്രമാണെങ്കിൽ അവിടെ കൂടെ 1 ഉണ്ടെന്ന് ഓർക്കുക. ഓക്കെ, ഇനി എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ കോഎഫിഷ്യൻസ്, എക്സും കോഎഫിഷ്യൻസ് അല്ല, അവിടുത്തെ വേരിയബിൾസ് എന്ന് പറയുമ്പോൾ ആ ലെറ്റർ ഏതൊക്കെയാണ്? ഇവിടെ എക്സും ഉണ്ട്, വൈയും ഉണ്ട്. സോ അതിനെ നമ്മൾ താഴത്തേക്ക് എഴുതുക, എക്സ് വൈ. അത് കഴിഞ്ഞ് പിന്നെ ബി എന്ന് പറയുന്ന മെട്രിക്സ് ആണ്, അതാണിത്, ഇത് 1 7. ഓക്കെ അല്ലേ? ഇതെല്ലാം എടുത്തെഴുതി കഴിഞ്ഞു. സോ നമ്മുടെ ആദ്യത്തെ പരിപാടി കഴിഞ്ഞു. AX = B എന്ന ഫോമിലാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ AX = B എന്ന ഫോമിലാണ്. നോക്കി, AX = B എന്ന ഫോമിലാണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ എയും എക്സും ബിയും എടുത്തെഴുതുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. ഓക്കെ ആണല്ലോ? യെസ്. നെക്സ്റ്റ് പരിപാടി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഡിറ്റർമിനൻ്റ് എ ആണ്. എല്ലാ ക്വസ്റ്റ്യനിലും ഇതേപോലെ തന്നെ സ്റ്റെപ്പ്. ഡിറ്റർമിനൻ്റ് എ കണ്ടുപിടിക്കണമെങ്കിൽ മക്കളെ നമ്മൾ ആദ്യം ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കണം. ഡിറ്റർമിനൻ്റ് ആക്കി എഴുതുവാണ് ഞാൻ 2 5 3 2. ഡിറ്റർമിനൻ്റ് ഉണ്ടെങ്കിൽ എല്ലാ മക്കൾക്കും അറിയാം. ഞാൻ നിങ്ങളെ സ്റ്റെപ്പായിട്ടാണ് പഠിപ്പിക്കുന്നത്. എങ്ങനെയാണ്? 2 × 2 4 -5 × 3 15. 4 15 കുറച്ചാൽ -11. യെസ്, ഡിറ്റർമിനൻ്റ് ആദ്യം കണ്ടുപിടിച്ച് വെച്ചു. ഓക്കെ, സെറ്റായി. ഓക്കെ അല്ലേ? ഇനി നമ്മൾ എ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. കഴിഞ്ഞ പാർട്ട് പഠിച്ചില്ലേടാ? ആ ഒരു സ്റ്റെപ്പ് വരെ കണ്ടുപിടിക്കണം ഈ ഒരു ക്വസ്റ്റ്യനിലും. എ ഇൻവേഴ്സ് വരെ എൻ്റെ എല്ലാ മക്കൾക്കും അറിയാവുന്ന മക്കളെല്ലാം ചെയ്തേടാ എ ഇൻവേഴ്സ്. ഇവിടെ എ അറിയാം, ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. കഴിഞ്ഞ ആ വീഡിയോയിൽ പഠിച്ചതാണ്. നിങ്ങൾ എങ്ങനെയാണ് കോഫാക്ടർ ഇങ്ങനെയുള്ള പരിപാടി എഴുതും അല്ലേ? കോഫാക്ടർ എഴുതും, അഡ്ജോയിൻ്റ് എഴുതും, എ ഇൻവേഴ്സിൻ്റെ ഇക്വേഷൻ എഴുതും. ഇതെല്ലാം ഓർമ്മയുണ്ടല്ലോ? എഴുതിക്കോ. അപ്പോൾ ഇവിടെ ഞാൻ എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ നമുക്ക് ആദ്യം കോഫാക്ടർ മെട്രിക്സ് വേണം അല്ലേ? കോഫാക്ടർ മെട്രിക്സ്. സോ കോഫാക്ടർ മെട്രിക്സ് എങ്ങനെ എഴുതാനെന്ന് നോക്കിക്കോണേ. നമുക്കറിയാവുന്ന പരിപാടി തന്നെയാണ്. Z തിരിച്ചിടുക, സൈൻ മാറ്റുക. 2 3 5 2.
2, 3, 5, 2. ഈ ഡയഗണലിനൊന്നും ചെയ്യേണ്ട. ഈ ഡയഗണലിൻ്റെ സൈൻ മാറ്റുക. കഴിഞ്ഞ വീഡിയോക്കകത്ത് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോവാണേ. ഈ ഡയഗണലിൻ്റെ സൈൻ മാറ്റുക. നേരെ ഓപ്പോസിറ്റ് ആക്കുമ്പോൾ ഇവിടെ മൈനസും ഇവിടെ മൈനസും. യെസ്, കോഫാക്ടർ കിട്ടി. കോഫാക്ടർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് അഡ്ജ് എ കണ്ടുപിടിക്കണം അല്ലേ? അഡ്ജ് എ, അഡ്ജോയിൻ്റ് ഓഫ് എ. എന്ത് ചെയ്യണം? ട്രാൻസ്പോസ് എടുത്താൽ മതി അല്ലേ? റോ ആയിട്ട് എഴുതിയിരിക്കുന്നതിനെ പിടിച്ച് കോളമായിട്ട് എഴുതുക. നേരെ എഴുതിയിരിക്കുന്നത് പിടിച്ച് താഴത്തേക്ക് എഴുതുക. 2 - 3. അടുത്തത് -5 2 ഇങ്ങനെ എഴുതുക. യെസ്, അഡ്ജ് എ കിട്ടി. അഡ്ജോയിൻ്റ് എ കിട്ടി. അഡ്ജോയിൻ്റ് എ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അടുത്തത് എ ഇൻവേഴ്സിൻ്റെ ഇക്വേഷൻ. എന്താണ് എ ഇൻവേഴ്സിൻ്റെ ഇക്വേഷൻ? എ ഇൻവേഴ്സ് ഈക്വൽ ടു, ഇക്വേഷൻ എപ്പോഴും എഴുതിക്കോണേ, 1/ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു അഡ്ജ് എ. സോ 1/ഡിറ്റർമിനൻ്റ് -11. സോ 1/-11 ഇൻറ്റു അഡ്ജ് എ. അഡ്ജ് എ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 2 - 5 - 3 2. ഇവിടം വരെ നമ്മൾ ഓൾറെഡി നേരത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത്. അവിടം വരെ ഈ ഒരു ക്വസ്റ്റ്യനിലും വേണം. ഓക്കെ, അവിടം വരെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുതിയതായിട്ട് പഠിക്കാൻ പോകുന്നത് സ്റ്റെപ്പ് നോക്കിക്കോണം മക്കളെ. എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞ ഒരു സ്റ്റെപ്പ് നമ്മൾ പഠിക്കും. എന്താണ്? എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി. എ ഇൻവേഴ്സ് ഇൻറ്റു ബി. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നോ. എക്സിൻ്റെ വാല്യൂ സോൾവ് ചെയ്യാൻ പറഞ്ഞ് സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ്. എന്ന് പറയുമ്പോൾ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കണം ഇവിടെ. അപ്പോൾ അതിന് എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി എന്നാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് ഓർത്തിരിക്കുക. എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് നമുക്കറിയാം. നമ്മൾ ആദ്യം എഴുതി വെച്ചിട്ടുണ്ട്. എന്താടാ? എക്സ് വൈ. തുടക്കം എഴുതി വെച്ചിട്ടുണ്ട് എക്സ്. ഇതേ കണ്ട. ബിയും എഴുതി വെച്ചിട്ടുണ്ട്. ബിയും നമുക്ക് ആവശ്യമുണ്ട്. എ ഇൻവേഴ്സ് ബി എന്നാണ്. സോ എ ഇൻവേഴ്സിൻ്റെ ഇക്വേഷൻ ഇക്വേഷൻ അല്ല, ആ ഒരു മെട്രിക്സ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അത് അതേപോലെ തന്നെ നോക്കി എഴുതിക്കേടാ. യെസ്, എ ഇൻവേഴ്സ് ഇൻറ്റു ബി. ബി എന്ന് പറയുമ്പോൾ ഇത് 1 7. അതും അങ്ങ് എഴുതാം. ഓക്കെ അല്ലേടാ? ഇത് 1/-11. ബാക്കി ചെയ്യാറിയാലോ. റോയും കോളവും തമ്മിൽ ഇൻറ്റു ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ റോയും കോളവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലേ? 2 × 1 2 പ്ലസ് -5 × 7. മക്കളെ ഓർമ്മയുണ്ടല്ലോ, ഇതും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾക്ക് അറിയാം അല്ലേ? അപ്പോൾ ഇതും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 പ്ലസ് -5 × 7. -5 × 7 -35. അതേപോലെ ഇതുകൊണ്ട് ഇതിനെയും ചെയ്യാം. -3 × 1 -3. നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാ അറിയാമല്ലോ? -3 × 1. അപ്പോൾ അത് -3 കിട്ടും. പ്ലസ് 2 × 7 14. അപ്പോൾ എന്ത് കിട്ടൂടാ? 1/-11. ഈ 2ഉം -35 കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? -33. -3 പ്ലസ് 14 കൂടെ ആഡ് ചെയ്യുമ്പോൾ 11 കിട്ടും. കഴിഞ്ഞിട്ടില്ല മക്കളെ. നമുക്ക് 1/-11 കിട്ടിയത്. 1/-11 ഇൻറ്റു ആണ് നമുക്ക് കിട്ടിയത്. നമ്മൾ ഇനി എന്ത് ചെയ്യണം? ഇവിടെ ബൈ ചെയ്തിരിക്കുന്ന ഈ -11 കൊണ്ട് ഇവിടെ രണ്ടിടത്തും ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അതാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പോകുന്നത്. അടുത്ത സ്റ്റെപ്പിൽ -33 അല്ലേടാ? -33/-11. അതേപോലെ 11/-11. സിമ്പിളായിട്ട് അങ്ങ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? എക്സ് വൈ = 2 എന്നാണ് നമ്മൾ എഴുതിയത് കേട്ടോ. = 2. അതൊന്ന് കാൽക്കുലേറ്റർ അടിച്ച് നോക്കിക്കടാ. ചിലപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഫ്രാക്ഷൻ മാറി നമുക്കൊരു നമ്പർ കിട്ടാം, അല്ലെങ്കിൽ ഫ്രാക്ഷനായിട്ട് തന്നെ കിട്ടാം. എന്ത് വേണമെങ്കിൽ കിട്ടാം. ഇത് കാൽക്കുലേറ്റർ അടിച്ച് നോക്കുമ്പോൾ എന്ത് കിട്ടും? 33/11 എന്ന് പറയുമ്പോൾ 3 ആണ്. സോ മൈനസും കട്ട് ചെയ്ത് പോകും, 3 കിട്ടും. ഇവിടെ -1 കിട്ടും. ഇതാണ് നമ്മുടെ എക്സ് വൈ. കിട്ടിയില്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ എക്സ് എത്രയാടാ? എക്സ് എന്ന് പറയുന്നത് 3ഉം വൈ എന്ന് പറയുന്നത് -1ഉം. Therefore x is equal to 3, y is equal to -1. സിമ്പിളായിട്ട് കിട്ടിയുണ്ടോ മക്കൾ? ഇത് ചെയ്യാൻ നേരത്ത് നിങ്ങളോടൊരു കാര്യം പറയേണ്ടത്, മക്കൾ ഇത് ചെയ്യാൻ നേരത്ത് നിങ്ങൾ ഈ ഉത്തരം ശരിയാണോ എന്ന് അറിഞ്ഞിട്ട് വേണം നിങ്ങൾ എക്സാം ഹാളിൽ നിന്ന് പുറത്തിറങ്ങാൻ. അപ്പോൾ ഈ ഉത്തരം ശരിയാണെന്ന് അറിയാനായിട്ട് ഈ എക്സിൻ്റെയും വൈയുടെ വാല്യൂ നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും ആരുടെയൊക്കെ ചോദിക്കേണ്ട കാര്യമില്ല. നമുക്ക് സ്വയം മനസ്സിലാക്കണമെങ്കിൽ ഒരു വഴിയുണ്ട്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കിയ ശേഷമേ നിങ്ങൾ അടുത്ത ക്വസ്റ്റിനിലേക്ക് കടക്കാവുള്ളൂ കേട്ടോ മക്കളെ.
എടാ മക്കളെ ഇത് നിങ്ങൾ ആദ്യം തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ നിങ്ങൾ ചെയ്തോണം. നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ ഫസ്റ്റ് ആദ്യത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നേരെ മറിക്കുക. 18ാമത്തെയോ 17ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് വരും. നേരെ അങ്ങ് എഴുതുക. അതിനുശേഷം ബാക്കി ക്വസ്റ്റ്യനിലേക്ക് കടന്നാൽ മതി. ഫസ്റ്റ് തന്നെ എഴുതി വെച്ചോളാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ മക്കളെ നമ്മുടെ ഇക്വേഷൻ എന്താടാ? നമ്മുടെ ഇക്വേഷൻ ഇതല്ലേ 2x പ്ലസ് നമുക്ക് എന്താ കിട്ടി? x 3ഉം y -1 അല്ലേ? x 3 ഞാനിവിടെ ഒന്ന് എഴുതുവാണേ. x 3ഉം കിട്ടി, y -1ഉം കിട്ടി. ഇത് ശരിയാണെന്ന് അറിയാൻ വേണ്ടി നിങ്ങളുടെ കാൽക്കുലേറ്റർ എടുക്കുക. എന്നിട്ട് ഈ x എടുത്തത് ഇവിടെ ഇട്ട് കൊടുക്കുക, y എടുത്തത് ഇവിടെ ഇട്ട് കൊടുക്കുക. അതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ മക്കളെ കാൽക്കുലേറ്റർ എടുക്കുക. എപ്പോഴും ചിലപ്പോൾ ഫ്രാക്ഷൻ കിട്ടാം. അപ്പോഴാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. ആദ്യം ഈ 2x അല്ലേ, അപ്പോൾ 2 അടിച്ചു, കാണാമല്ലോ അല്ലേ? 2 അടിച്ചു. ബ്രാക്കറ്റിനകത്ത് ബ്രാക്കറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 2 അടിച്ചു. ബ്രാക്കറ്റിനകത്ത് എക്സിന് പകരം എന്താടാ? 3. 2 ബ്രാക്കറ്റിനകത്ത് 3, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഞാനിപ്പോൾ എന്തായത് 2 ബ്രാക്കറ്റിനകത്ത് 3 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, പ്ലസ് 5 അടിക്കുക. 5 അടിച്ചു. ബ്രാക്കറ്റിനകത്ത് ഈ y ഇട്ട് കൊടുക്കുക. y എത്രയാടാ? -1. ഓക്കെ, 5 അടിച്ചു, പ്ലസ് 5 അടിച്ചു, ബ്രാക്കറ്റിനകത്ത് -1 അടിച്ചു, ഈക്വൽ ടു അടിക്കുമ്പോൾ നമുക്ക് 1 എന്ന് കിട്ടും. കണ്ടോ? ശരിയാണ്, നമ്മൾ എഴുതി ശരിയാണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഈ 1 എന്ന് പറയുന്ന ആൻസർ കിട്ടിയെങ്കിൽ നമുക്ക് പറയാം അത് ശരിയാണ്. അതേപോലെ ഇതിനകത്ത് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്ത് നോക്ക്, ശരിയാണെന്നറിയാം. എന്ത് ചെയ്യണം? 3 ബ്രാക്കറ്റിനകത്ത് പ്ലസ് 2 ബ്രാക്കറ്റിനകത്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 3 ബ്രാക്കറ്റിനകത്ത് എക്സിന് പകരം 3 പ്ലസ് 2 ബ്രാക്കറ്റിനകത്ത് വൈക്ക് പകരം -1 ഈക്വൽ ടു 7 എന്ന് കിട്ടി. നമ്മുടെ ഉത്തരം ശരിയാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. അത്രയും ഉറപ്പോടുകൂടി നമുക്ക് സന്തോഷത്തോടെ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം മക്കളെ. ശരിയാണോ അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ വേറെ ആരോടും ചോദിക്കണം, നമുക്ക് തന്നെ കണ്ടുപിടിക്കാം. മക്കൾ ഇത് നമ്മുടെ ബാച്ചിലെ കുട്ടികൾ എല്ലാവരും ഇത് പഠിച്ചു കഴിഞ്ഞാണ് ഓൾറെഡി ക്വസ്റ്റ്യൻ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തതാണ്. സോ നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ മക്കളെ നിങ്ങളിത് ഞാൻ പറഞ്ഞ കാര്യം ഓർത്തോണം കേട്ടോ. ഇത് റിവിഷനായിട്ട് നിങ്ങൾ എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെയാണ് എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ഉത്തരം ശരിയാണോ എന്ന് വേറെ ആരോടും ചോദിക്കേണ്ട, നമുക്ക് തന്നെ കണ്ടുപിടിക്കാം. മക്കൾ അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ തന്നെ ചെയ്യാലോ. ഹോംവർക്കായിട്ട് ചെയ്തോ. എന്നിട്ട് ആൻസർ കമൻറ്റ് ചെയ്യും. 1 എന്നിട്ട് ആൻസർ കമൻറ്റ് ചെയ്യും. എക്സിൻ്റെ വാല്യൂ എത്രയാണ്, വൈയുടെ വാല്യൂ എത്രയാണെന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. ഓക്കെ മക്കളെ, നമ്മുടെ ബാച്ചിൽ ഇനിയും ജോയിൻ ചെയ്യാമെന്ന് ചോദിച്ചു വരുന്നുണ്ട്. ബാച്ചിൽ ഇനിയും ജോയിൻ ചെയ്യാം. സിമ്പിളായിട്ട് പഠിച്ച റാപ്പിഡ് സേ ബാച്ച് നമ്മൾ തകർത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ബേസിക് കൺസെപ്റ്റ് തൊട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലായിരിക്കും ക്ലാസ്. ഓക്കെ, സ്പെഷ്യലായിട്ട് മക്കൾ അതിന് വേണ്ടി തന്നെയുള്ള ക്ലാസ്സാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് 3x3 മെട്രിക്സ് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം മക്കളെ. ഇതാണ് നിങ്ങൾക്ക് 6 മാർക്കിന് എക്സാമിന് വരുന്നത്. ഇപ്പം 2x2 ചെയ്തു അല്ലേ, അത് സിമ്പിൾ പരിപാടിയാണ്. പക്ഷേ 3x3 ഇതേ സ്റ്റെപ്പ് തന്നെയാണ്, കുറച്ചും കൂടെ ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് അറിയാം കോഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കുന്നു അല്ലേ, 4 തവണ എഴുതിയിട്ട് വെട്ടണ പരിപാടിയൊക്കെ അല്ലേ. അപ്പോൾ അത് ഇവിടെ കുറച്ചും കൂടെ ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ഇതിന് 6 മാർക്ക് അവർ തരുന്നത്. അപ്പോൾ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ മക്കളെ നിങ്ങൾ ഉറപ്പിച്ചോ. ഒരു 100% വേണ്ട, 1000% ഉറപ്പ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് മറിക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനകത്ത് ഒരു 17 18ാമത്തെ ക്വസ്റ്റ്യനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ വന്നിരിക്കും. 100% അല്ല 1000% ഉറപ്പ് ഞാൻ പറയുവാണ് മക്കളെ. അത്ര ഉറപ്പാണ്. ഒരു മക്കളും പഠിക്കാതെ പോകരുത്. ഓക്കെ, നിങ്ങളോട് സ്നേഹം കൊണ്ട് പറയണം, 6 മാർക്ക് ഉറപ്പിക്കണം കേട്ടോ എല്ലാ മക്കളും. എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെ മക്കളെ. ആദ്യം എ എന്ന് പറഞ്ഞ് എടുത്തെഴുതാം, എക്സ് എന്ന് പറഞ്ഞ് എടുത്തെഴുതാം, ബി എന്ന് പറഞ്ഞ് എടുത്തെഴുതാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. ഓക്കെ, എ എന്ന് പറഞ്ഞ് നമ്മുടെ മെട്രിക്സിനെ അങ്ങ് എടുത്തെഴുതിക്കണം. ഇവിടെ എക്സിൻ്റെ കൂടെ 1 ഉണ്ട്, എക്സിൻ്റെ കൂടെ ഒന്നും ഇല്ലെന്ന് പറയല്ലേ. എക്സിൻ്റെ കൂടെ 1, വൈയുടെ കൂടെ -1 കണ്ട, -1 മാത്രം ഇടുവാണെങ്കിൽ അവിടെ -1. അപ്പോൾ ഇവിടെ 1 -1 1, 1 -1 1. ശ്രദ്ധിച്ച് ഈ ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതിക്കോണം. കാരണം ഇത് തെറ്റുവാണെങ്കിൽ മുന്നോട്ടുള്ള പിന്നെ മൊത്തം തെറ്റായിരിക്കും. ഒന്നും നോക്കേണ്ട കാര്യമില്ല ടീച്ചറിന്, കാരണം മൊത്തം തെറ്റായിരിക്കും. അടുത്ത് 2 1 -3, 2 1 -3. അടുത്ത് ഇവിടെ 1 1 1. യെസ്, എ എഴുതി. അടുത്ത എക്സ് ആണ്. ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു നമ്മുടെ ഇവിടുത്തെ വേരിയബിൾസ് ഏതൊക്കെയാടാ? എക്സ് ഉണ്ട്, വൈ ഉണ്ട്, സെഡ് ഉണ്ട്. എക്സ് വൈ സെഡ്. നമ്മുടെ ക്വസ്റ്റ്യൻ 3x3 ആണെങ്കിൽ എക്സ് വൈ സെഡ് കാണും. 2x2 ആണെങ്കിൽ എക്സും വൈ മാത്രമേ കാണത്തുള്ളൂ കേട്ടോ. അടുത്ത ബി എഴുതണം അല്ലേ. ബി എന്ന് പറയുമ്പോൾ റൈറ്റ് സൈഡിലുള്ള 402. എപ്പോഴും കോളമായിട്ട് എഴുതാവുള്ളേ, റോ ആയിട്ട് എഴുതരുത് കേട്ടോ.
3 ആദ്യം എഴുതുക എന്നുള്ളതാണ് നമ്മുടെ സ്റ്റെപ്പ്. കഴിഞ്ഞല്ലോ, ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. സെക്കൻഡ് സ്റ്റെപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിറ്റർമിനൻ്റ് എ കണ്ടുപിടിക്കുക. ഓരോ സ്റ്റെപ്പ് നിങ്ങൾ ഓർത്ത് വേണം എഴുതാൻ മക്കളെ. ഡിറ്റർമിനൻ്റ് എ കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ ഡിറ്റർമിനൻ്റ് എ എന്ത് വരും? 1 - 1 1. വളരെ സ്ലോയിൽ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു തരാം. ഇതേപോലെ തന്നെ ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. 1 - 1 1, 2 1 -3, 1 1 1. സോ ഇത് കണ്ടുപിടിക്കാൻ നിങ്ങളെ ഞാൻ പഠിപ്പിച്ചതാണ്. സോ സിമ്പിളായിട്ട് പഠിക്കാം, സിമ്പിളായിട്ട് എഴുതാം. 1 ഇൻറ്റു അറിയാലോടാ, ഫസ്റ്റ് റോയും കോളം ഒഴിവാക്കുക. 1 × 1 1 മൈനസ് -3 × 3 -3 × 1 -3. അത് +3 ആവും. 3 1 4 മൈനസ് -1 ഇൻറ്റു 2 × 1 2 മൈനസ് -3 × 1 -3, അപ്പോൾ +3 ആവും. 3 2 5 പ്ലസ് 1 ഇൻറ്റു 2 - 1 1 വരും അല്ലേടാ? ഒന്നുകൂടെ നോക്കട്ടെ. 1 ഇൻറ്റു 1 പ്ലസ് 3 വരും, 4 വരും. -1 ഇൻറ്റു 2 പ്ലസ് 3 5 വരും. ഞാൻ ചെയ്യുന്ന പോലെ ഞാൻ വീണ്ടും റിപ്പീറ്റായിട്ട് ചെയ്ത് നോക്കണം. ഇത് തെറ്റിക്കഴിഞ്ഞാൽ മുന്നോട്ടുള്ള തെറ്റുകൊണ്ടാണ് ഞാനും വീണ്ടും ഒന്ന് വെരിഫൈ ചെയ്യുന്നത്. 1 ഇൻറ്റു 2 - 1 1. ഓക്കെ, ശരിയാണ്. അപ്പോൾ ഇത് 4 + 5 + 1 10 വരും അല്ലേടാ? 4 1 5 അല്ല സോറി 4 + 5 + 1 10. ഓക്കെ, 10 കിട്ടി എന്ന് വിചാരിക്കുന്നു. 10 തന്നെ ആയിരിക്കും അല്ലേ ശരി ഉത്തരം? ഓക്കെ. ഇനി നമ്മൾ അടുത്തത് കോഫാക്ടർ കണ്ടുപിടിക്കണം, അഡ്ജിയെ കണ്ടുപിടിക്കണം. കോഫാക്ടർ കണ്ടുപിടിക്കണം എന്ത് ചെയ്യണം? 4 തവണ എഴുതണം ഇത് അല്ലേ? 4 തവണ എഴുതിയിട്ട് വെട്ടണ പരിപാടി അത് തന്നെ ഇവിടെ ചെയ്യണം. 1 - 1 1. ഞാൻ 4 തവണ എഴുതുവാണേ. 1 - 1 1 2 1 - 3 1 1 1. യെസ്, ഇത് തന്നെ 4 തവണ എഴുതണം. നമുക്കറിയാവുന്ന കാര്യമാണ്. സോ വീണ്ടും എഴുതി, വീണ്ടും വീണ്ടും 4 തവണ എഴുതിയിട്ട് സെയിം പരിപാടി തന്നെ. ബോർഡറിലെ നമ്പേഴ്സിനെ നമ്മളങ്ങ് വെട്ടി, കാരണം അതിൻ്റെ ആവശ്യം നമുക്കില്ല. സോ അതിനെ അങ്ങ് വെട്ടിക്കളഞ്ഞു. സിമ്പിൾ പരിപാടിയാടാ. ഇനി അതിൻ്റെ അകത്തുള്ള സംഭവം നമ്മൾ ഇൻറ്റു ചെയ്യുക, അപ്പോൾ നമുക്ക് കോഫാക്ടർ കിട്ടും. അപ്പോൾ കോഫാക്ടർ മെട്രിക്സ് കിട്ടുക എന്ന് പറയുമ്പോൾ ഇത്രയുള്ള പരിപാടി. കോഫാക്ടർ മെട്രിക്സ് ചെയ്യാം. 1 × 1 കാൽക്കുലേറ്റർ അടിച്ചു കൊടുത്തോടാ. 1 × 1 മൈനസ് -3 × 1. എന്നെ ഫോളോ ചെയ്യുന്ന എൻ്റെ മക്കൾക്കറിയാം, കറക്റ്റ് ഇത് പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. നിങ്ങൾ തന്നെ ചെയ്തോടാ, വീഡിയോ പോസ് ആക്കിയിട്ട് തന്നെ ചെയ്തോ. എത്ര വരും? 1 × 1 1 പ്ലസ് 3 എന്ന് വരും അല്ലേ? അപ്പോൾ ഇത് 4 വരും. മക്കളെ ഞാൻ ചെയ്തു പോവാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി വീഡിയോ കണ്ടില്ലെങ്കിൽ ഇതിനു മുമ്പത്തെ പാർട്ട് കാണുക, വിശദമായിട്ട് സ്ലോയിൽ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. -3 × 1. ഇനി അടുത്ത് ഇത് തമ്മി, പിന്നെ അടുത്ത് ഇത് തമ്മി, അങ്ങനെ കേട്ടോ. -3 - 2 -5. അടുത്തത് 2 - 1 1. അടുത്തത് 1 -1, അപ്പോൾ അത് +1 ആവും. 2 1 - 1 0 -1 -1 -2 3 -1 2 2 + 3 വരും അല്ലേ? 2 + 3 5 1 + 2 3. ഓക്കെ, കോഫാക്ടർ കിട്ടി. കോഫാക്ടർ വളരെ എളുപ്പം കിട്ടിയാണ്ടല്ലോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? അഡ്ജിയെ വേണം അല്ലേടാ? അഡ്ജിയെ, അഡ്ജോയിൻ്റ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുക. ഈ നേരെ എഴുതിയിരിക്കണേ പിടിച്ച് താഴത്തേക്ക് ആക്കുക. 4 - 5 1 താഴത്തേക്ക് എഴുതിക്കുക. 4 - 5 1. അടുത്ത 2 0 - 2 താഴത്തേക്ക് എഴുതുക. 2 0 - 2. അടുത്തത് 2 5 3 താഴത്തേക്ക് എഴുതുക. 2 5 3. അഡ്ജോയിൻ്റ് ചെയ്യും കഴിഞ്ഞല്ലോടാ. യെസ്. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് എ ഇൻവേഴ്സ് ആണ്. അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. എ ഇൻവേഴ്സ് എന്താണ് ഇക്വേഷൻ? 1/determinant A × 1/determinant A × അഡ്ജിയെ. കണ്ടല്ലോടാ. 1/determinant ഡിറ്റർമിനൻ്റ് 10 അല്ലേടാ? ഇൻറ്റു അഡ്ജിയെ നമ്മൾ ഓൾറെഡി ഇപ്പോൾ കണ്ടുപിടിച്ചു, വീണ്ടും എഴുതണ്ട.
അത് തന്നെ നേരെ അങ്ങ് എഴുതി വെക്കുക. എ ഇൻവേഴ്സ് സെറ്റായി. എ ഇൻവേഴ്സ് സെറ്റായി. ലാസ്റ്റ് നമ്മളിപ്പോൾ പഠിച്ച പുതിയ സ്റ്റെപ്പ് എന്താടാ? എക്സ് കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്പ് എ ഇൻവേഴ്സ് ഇൻറ്റു ബി എന്നാണ്. എക്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ക്വസ്റ്റ്യനിൽ എഴുതി വെച്ചിട്ടുണ്ട് എക്സ് വൈ സെഡ്. എ ഇൻവേഴ്സ് നമ്മൾ ഇപ്പം കണ്ടുപിടിച്ചു. ദേ ഈ ഒരു സാധനം അത് അതേപോലെ തന്നെ അങ്ങ് പകർത്തി വീടാ. അതേപോലെ തന്നെ എന്ത് എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. നിങ്ങൾ വിട്ടേന്ന് ഓർത്തോണേ. നിങ്ങൾ എഴുതാതെ ചിലപ്പോൾ വിട്ട ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങളുടെ. ഓക്കെ, അത് എത്ര എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു മക്കളെ. നേരത്തെ ബി എന്ന് പറയുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലെ തുടക്കം നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് ബി 402. 402. യെസ്, അത്രയും വരെ സെറ്റ്. ഇനി നമ്മൾ 1/10 ഇൻറ്റു ഇത് മൾട്ടിപ്ലൈ ആണ് അല്ലേ. ഇത് മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക, പരിപാടി കഴിഞ്ഞു. 4 × 4 16. സോ ഇത് 16 പ്ലസ് 2 × 0 0 പ്ലസ് 2 × 2 4. അടുത്തത് -5 × 4 -20 പ്ലസ് 0 × 0 0 പ്ലസ് 5 × 2 10. അടുത്തത് 1 × 4 4 പ്ലസ് -2 × 0 0 പ്ലസ് 3 × 2 6. യെസ്, എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര ഇട്ടൂടാ? 1/10 ഇൻറ്റു 16 4 20 -10 10. 20 -10 10 എന്ന് കിട്ടും. എല്ലാത്തിനെയും 10 വെച്ച് അങ്ങ് ഡിവൈഡ് ചെയ്തേ. എല്ലാത്തിനെയും 10 വെച്ച് അങ്ങ് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് എന്ത് കിട്ടും? 20നെ 10 വെച്ച് അങ്ങ് ഡിവൈഡ് ചെയ്യുമ്പോൾ 2. -10നെ 10 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ 10 വെച്ച് എല്ലാത്തിനും ഡിവൈഡ് ചെയ്യും. -10നെ 10 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ -1, അടുത്ത 1. ഇതാണ് നമ്മുടെ എക്സും വൈയും സെഡും എന്ന് പറയുന്ന ആ ഒരു മെട്രിക്സിനോട് ഈക്വൽ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? therefore x is equal to 2, y is equal to -1, z is equal to 1 നമുക്ക് കിട്ടി. ഉത്തരം ശരിയാണെന്ന് ഉറപ്പിക്കാൻ വരട്ടെ. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇട്ട് കൊടുത്ത് നോക്കിയിട്ട് വേണം ഉറപ്പിക്കാൻ, സന്തോഷിക്കാൻ. ഓക്കെ, 2 -1 1 അല്ലേടാ. 2 -1 1. നമ്മുടെ എക്സ് എന്ന് പറയുമ്പോൾ 2, വൈ എന്ന് പറയുമ്പോൾ -1, സെഡ് എന്ന് പറയുമ്പോൾ 1. നമുക്ക് നോക്കാം, ഇട്ട് കൊടുത്ത് നോക്കാം. കാൽക്കുലേറ്റർ എടുക്ക്, നമ്മുടെ ആയുധം എടുക്കടാ. നേരെ ഇട്ട് കൊടുത്ത് നോക്ക്. 2 എക്സിന് പകരം ബ്രാക്കറ്റ് ഇട്ടിട്ട് 2 ഇടുക. 2 ഓക്കെ, ബ്രാക്കറ്റ് ഇട്ട് 2 ഇടുക. -1 -1 ഇടുക ബ്രാക്കറ്റിനകത്ത്, പ്ലസ് 1 കേട്ടോ. 2 മൈനസ് ബ്രാക്കറ്റിനകത്ത് -1 പ്ലസ് വീണ്ടും ബ്രാക്കറ്റിനകത്ത് സെഡിന് പകരം 1 ഇട്ട് കൊടുക്കുക. ഈക്വൽ ടു അടിക്കുമ്പോൾ 4 എന്ന് കിട്ടി. യെസ്, സന്തോഷിക്കാം. കുറച്ചുകൂടെ സന്തോഷിക്കണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തോട് ഇട്ട് കൊടുക്കാം. ദേ ഇവിടെ ഈ 2 ഇവിടെ -1 ഇവിടെ 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിനകത്ത്, 2 കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിനകത്ത് ഈ 2 ഇട്ട് കൊടുക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. പ്ലസ് ഇട്ടതിന് ശേഷം വീണ്ടും ബ്രാക്കറ്റിനകത്ത് ഇവനെ ഇട്ട് കൊടുക്കുക. പ്ലസ് ഇട്ട ശേഷം ബ്രാക്കറ്റിനകത്ത് വൈക്ക് പകരം -1 ഇടൂ. എന്നിട്ട് -3 കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിനകത്ത് നമ്മുടെ സെഡ് ഇട്ട് കൊടുക്കുക. -3 കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിനകത്ത് സെഡ് എന്ന് പറയണ 1, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഈക്വൽ ടു അടിച്ചു 0. യെസ് യെസ്, അതും ശരിയാണ്. ഒന്നും കൂടി എനിക്ക് ഉറപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്തതിനകത്ത് ഇട്ട് കൊടുക്കും. 2 -1 1 ബ്രാക്കറ്റിനകത്ത് 2 പ്ലസ് വീണ്ടും ബ്രാക്കറ്റിനകത്ത് -1 പ്ലസ് വീണ്ടും സെഡ് എന്ന് പറയുമ്പോൾ 1 അല്ലേടാ, ബ്രാക്കറ്റിനകത്ത് 1 ഈക്വൽ ടു അടിക്കുമ്പോൾ 2 കിട്ടി. യെസ്, എൻ്റെ ഉത്തരം ശരിയാണ്. ഞാൻ ഉറപ്പിച്ചു, 100% ഞാൻ ഉറപ്പിച്ചു. എനിക്ക് 6 മാർക്ക് കിട്ടി. 6 മാർക്ക് എനിക്ക് കിട്ടിയെന്ന് ഞാൻ ഉറപ്പിച്ചു. കാരണം എന്താ? ശരിയാണ്, ഉത്തരം ശരിയാണ് എനിക്ക് കിട്ടിയത്. പക്ക കറക്റ്റാണ്. 6 മാർക്ക് ഉറപ്പിച്ചു, എവിടെയും പോകത്തില്ല. യെസ്, ഇങ്ങനെ വേണം നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ഉറപ്പിക്കാൻ കേട്ടോ മക്കളെ. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്. ഞാൻ സ്റ്റെപ്പായിട്ടാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ചാടി കയറി നിങ്ങൾ ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചുമ്മാ ചെയ്ത് കാര്യം പഠിക്കാതെ കൺസെപ്റ്റ് അറിഞ്ഞ് പഠിക്കണം മക്കളെ. കൺസെപ്റ്റ് അറിയും. ഇവരിനി ഇതിനകത്ത് പകരം ഏത് നമ്പർ വേണമെങ്കിലും മാറ്റി ചോദിച്ചോട്ടെ, നിനക്കൊക്കെ ചെയ്യാൻ അറിയാം. മനസ്സിലായോ? ഏത് നമ്പർ വേണേൽ മാറ്റിയും മറിച്ചും ചോദിച്ചോട്ടെ. അതാണ് പറഞ്ഞ കാര്യം അറിഞ്ഞ് പഠിക്കുക. പാറ്റേൺ മാറിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ആൾക്കാർ പേടിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതെങ്ങനെ പഠിക്കണം എന്നുള്ളത് ഇങ്ങനെ വേണം പഠിക്കാൻ എന്ന് മനസ്സിലാക്കുക നിങ്ങൾ കേട്ടോ. മക്കളെ ഇനി ചെയ്യേണ്ട കാര്യം പ്രാക്ടീസ് ചെയ്യുക ക്വസ്റ്റ്യൻസ്. ദേ
ഈ ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്കായിട്ട് തരുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ വേറൊന്നും ഇല്ലതേ, ഇത് എളുപ്പം കുഴപ്പമില്ല, ഇതും കുഴപ്പമില്ല. ഇതിൽ 3/2 വന്നു, നോക്കേണ്ട കാര്യമൊന്നുമില്ല. 3/2 ഇട്ട് കൊടുത്തോ, നോ പ്രോബ്ലം. അടുത്ത ഇവിടെ എക്സ് ഇല്ല, അപ്പോൾ അവിടെ 0 ഇട്ട് കൊടുത്തോണം. എക്സിന് പകരം 0, വൈക്ക് പകരം 3, സെഡിന് പകരം -5. ഇവിടെ 1 -2 -1, ഇവിടെ 2 1 1. ഓർത്തോണേ, എക്സ് ഇല്ലെങ്കിൽ അവിടെ 0 ഇട്ട് കൊടുത്തു, വൈ ഇല്ലെങ്കിൽ വൈയുടെ സ്ഥാനത്ത് 0 ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് ഇഷ്ടംപോലെ ഹോംവർക്ക്, ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ആണ്, സിമ്പിളായിട്ട് ഹോംവർക്ക് ചെയ്യുക. ഇത് രണ്ടും ഇട്ടിട്ട് ആൻസർ ചെയ്തോ കേട്ടോ. എക്സ് വൈ സെഡിൻ്റെ ആൻസർ ചെയ്തോ. ഇത് 3 4 5 6 ക്വസ്റ്റ്യൻസ് ഉണ്ട് മക്കളെ. ഇതിൻ്റെ ആൻസർ നിങ്ങൾ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് ഉത്തരം ശരിയാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാം അല്ലേ. എങ്കിലും ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്, എത്രയാണെന്ന് അറിയാമല്ലോ. ബാക്കിയുള്ള കുട്ടികൾക്കും അത് ഉപകാരമാകും. സോ വെരിഫൈ ചെയ്ത ശേഷം നിങ്ങളുടെ സന്തോഷം ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. മക്കളെ ഞാൻ പറഞ്ഞു, വളരെ സ്ലോയിൽ സമയമെടുത്ത് സമാധാനത്തോടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നന്നായിട്ട് പഠിച്ചോണം കേട്ടോ. 6 മാർക്കാണ് മക്കളെ. ഇതെല്ലാം നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക, 6 മാർക്ക് പോകരുത്. ഓക്കെ മക്കൾ, ഇതേപോലെ നല്ല രസിച്ച് പഠിക്കണമെങ്കിൽ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ബേസിക് കൺസെപ്റ്റ് തൊട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ, സെറ്റാണല്ലോ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നെക്സ്റ്റ് ചാപ്റ്റർ ആയിരിക്കും പഠിക്കുന്നത്. അപ്പോൾ അത് മാക്സിമം ഞാൻ ഉടനെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഒരു ദിവസം 1 2 3 വീഡിയോ ഇടാനൊന്നും സമയം എനിക്ക് ഇപ്പോൾ കിട്ടുന്നില്ല മക്കളെ. കുറച്ചും കൂടെ അടുക്കുമ്പോഴത്തേക്കും ഞാനത് ഇടാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ മക്കളെ. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമൊക്കെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വീണ്ടും പറയുന്ന താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് റാപ്പിഡ് സേ എന്ന് മെസ്സേജ് അയച്ചാൽ മതി. റാപ്പിഡ് സേ. ഓക്കെ, അപ്പോൾ ഒരു മക്കളും തോക്കലും മക്കളെ. നല്ല കിടിലനായിട്ട് പഠിക്കുക. ഈ 6 മാർക്ക് നമ്മൾ സെറ്റ് ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.